പണ്ടത്തെ പോലൊക്കെ തന്നെ കേട്ടോ ഇപ്പോഴും. വലിയ മാറ്റമൊന്നുമില്ല. 2025 മല മറിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ദിവസമൊക്കെ പെട്ടെന്നാ പോകുന്നത്. എന്തോ ഓടിപ്പോകുന്ന പോലെട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെല്ലാം കണ്ടിട്ട് ഞാൻ റൂമിൽ വന്ന് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പോസ്റ്റാണ്. ആദ്യം കുറച്ച് ഡിപ്രഷൻ മൂഡൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഓർത്തു അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ എൻ്റെ മുടിയെല്ലാം ഒന്ന് കുറച്ച് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെല്ലാം ഒന്ന് ഒതുക്കി കെട്ടി വെച്ചിട്ട് പിന്നെന്താ, ഉള്ള മേക്കപ്പ് എല്ലാം കൂടെ മുഖത്തുനിന്ന് റിമൂവ് ചെയ്യാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വാഷ്റൂം പോയിട്ട് മുടിയൊക്കെ അങ്ങ് വെറ്റ് ചെയ്ത് കേട്ടോ. ഞാനപ്പോൾ ഇതിനകത്ത് ഷാമ്പു യൂസ് ചെയ്യുന്നില്ല. ഞാൻ കണ്ടീഷണർ മാത്രം ഇട്ടാണ് കേട്ടോ അതൊന്ന് മുടി ഒന്ന് സോഫ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഫ്രിസി ആയിട്ട് എൻ്റെ ഹെയർ വരുമായിരുന്നു. അപ്പോൾ ചേച്ചി നേരത്തെ പറയുന്ന ടിപ്പാണ് കേട്ടോ, ഒരു 30 മിനിറ്റ്സ് ഒക്കെ കണ്ടീഷണർ മാത്രം ഇട്ട് വെക്കുകയാണെങ്കിൽ മുടി ഭയങ്കര സ്മൂത്ത് ആകുമെന്ന്. എനിക്കത് വർക്കൗട്ട് ആയിട്ടും ഉണ്ട്. നേരത്തെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഒക്കെ അതൊക്കെ വിട്ട് മുടി ഭയങ്കര അൽക്കുലത്തായിട്ട് ഇപ്പോൾ ഭയങ്കര ഹെയർ ഫോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബി ബ്ലൻഡിൻ്റെ ഒരു ഹെയർ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇതാണ് കേട്ടോ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കൊള്ളാം, നല്ലതാണ്, നല്ല സ്മൂത്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ 2 സൈഡിലും. എനിക്ക് ഡാമേജ് ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്കത് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറേ കട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ റോസ്മേരി വാട്ടർ അടിച്ച് കുറച്ചൊക്കെ വെള്ളം തന്നെങ്കിലും പിന്നെ അത് അതിൻ്റെ വഴിക്ക് വിട്ടു ഞാൻ. കാരണം അത് തേച്ച് നമ്മൾ കുറച്ച് നിർത്തിക്കഴിഞ്ഞാൽ നല്ലോണം ഹെയർ ഫോൾ വരും. എനിക്കതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാനതങ്ങ് നിർത്തി വെച്ചു. ഒരു ഇപ്പോഴത്തെ അനുഭവം വെച്ച് നമ്മൾ മുടിയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നോർമലി ഉള്ള ഹെയർ തന്നെ ആയിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. പക്ഷേ എനിക്ക് എൻ്റെ ഭയങ്കര ഒരു ഫ്രിസി ഹെയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കര മാനേജബിൾ അല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ബോഡി പോയി സ്മൂത്ത് ചെയ്തത്. ഇങ്ങനെയൊക്കെ മുടി മതിയായിരുന്നു പല സമയത്ത് ഞാൻ ചിന്തിക്കും. പിന്നെ ഒരു ആശ്വാസത്തിന് പുറത്ത് ഇതാണ് മോതിരം ചേരുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് നടക്കും കേട്ടോ. ഞാൻ പിന്നെ 30 മിനിറ്റ്സ് അതൊന്ന് കെട്ടി വെച്ചിട്ട് അതേ കൂടെ നടന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ വാഷ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കിൻ കെയർ റൂട്ടീനിലോട്ട് കടന്നു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഹൈലറോണിക് ആസിഡാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിനെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റി നല്ല ക്ലിയർ ആക്കാൻ സഹായിക്കും കേട്ടോ. എനിക്കിപ്പോൾ 1 ബോട്ടിൽ തീർന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എൻ്റെ ഫേസിലുണ്ട് കേട്ടോ. പിന്നെ അത് എന്നും കൺസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെയൊക്കെ മാറ്റം വരത്തുള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, എൻ്റെ മടി കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അബ്സർവ് വിട്ടിട്ട് അതിൻ്റെ പുറകെ ഫോക്സ്ടെയിലിൻ്റെ മോയ്സ്ചറൈസറും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എന്നാലേ ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് അതും തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. ഇത് എല്ലാം ഇവിടെ ഇതും കൊണ്ട് തീരുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വേണേൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.